ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം ഞാനിന്ന് പറയാൻ വന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ താളി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് യൂസ് ചെയ്യുന്ന, ചെമ്പരത്തിയുടെ ഇല എടുത്ത ശേഷം അതിനെ അരച്ച് എന്ത് ചെയ്യും, തലയിൽ അപ്ലൈ ചെയ്ത് താളിയായിട്ട് യൂസ് ചെയ്യും. പക്ഷേ വളർന്നതിന് ശേഷം നമ്മൾ താളിയുടെ പുറകെയൊന്നും പോകത്തില്ല അല്ലേ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, കടയിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ കെമിക്കൽ വാങ്ങി നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യും, നമ്മളെന്ത് ചെയ്യും, കഴുകും പോവും. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് താളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഒക്കെ മാർഗ്ഗങ്ങളുണ്ടെന്ന് നോക്കാം. 4 അടുക്കുള്ള, അതായത് അടുക്കുള്ള ചെമ്പരത്തി, 4 അടുക്കിൽ നല്ല അടുക്കുള്ള ചെമ്പരത്തി എടുത്ത ശേഷം അതിൻ്റെ പൂവ് നല്ലതുപോലെ അരച്ച ശേഷം അത് കുഴമ്പ് പരുവത്തിലാക്കിയ ശേഷം അത് തലയിൽ നല്ലൊരു താളിയായിട്ട് യൂസ് ചെയ്യാം. ചീവയ്ക്കപ്പൊടി പൊടിച്ചെടുത്തതിന് ശേഷം അതിനെ നമുക്ക് എന്ത് ചെയ്യാം, തലയിൽ മൊത്തത്തിൽ കുഴച്ച് കഞ്ഞിവെള്ളത്തിൽ കുഴച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ താരനും പോവും, പിന്നെ അതുപോലെ തന്നെ തലമുടി നല്ല വളരുകയും ചെയ്യും. നല്ലൊരു താളിയാണ്. ഇനി നമുക്കൊരു വെള്ളിലം താളിയുണ്ട്, പാടത്താളിയുണ്ട്. വെള്ളിലം താളിയുടെ പൂവും ഇലയും നമ്മൾ സമൂലം എടുത്ത ശേഷം അത് വേരോടുകൂടി, സമൂലം എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും അറിയാൻ പറ്റത്തില്ല, വേരോടുകൂടി നമ്മൾ അരച്ച് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ അത് നല്ലൊരു ബെസ്റ്റ് റിസൾട്ടാണ്. ഇനി വേറൊന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ തലേ ദിവസം നാരങ്ങയും കുറച്ച് നെല്ലിക്ക, പച്ച നെല്ലിക്കയും കൂടി അരച്ച്, അതായത് അരയ്ക്കുന്നതിന് മുന്നേ ഇതിനെ എന്ത് ചെയ്യണം, ഒന്ന് ചതച്ച ശേഷം നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചേക്കും. നാരങ്ങ ഒരു ശക്കല അതിലൊന്ന് പിഴിഞ്ഞൊഴിച്ചാൽ മതി. കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച ശേഷം പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ തലയോട്ടിയിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, പുളിച്ച കഞ്ഞിവെള്ളത്തിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തലമുടിക്ക് നല്ലതാണ്, ഒരു ദൂഷ്യഫലങ്ങളുമില്ല. അതൊരു നല്ലൊരു താളിയാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു താളിയാണ്. ഇനി നമുക്ക് വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മുടി വളരാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ താളിയുടെ ഉപയോഗം ഒന്നും ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ താളിയെല്ലാം ഉപയോഗിച്ച് തല കഴുകുന്നവർക്ക് അതിന് നല്ല ബെസ്റ്റ് റിസൾട്ടാണുള്ളത്. നമ്മുടെ തലയിൽ ഒരുപാട് പേനിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ പനയുടെ ഇല ഉപയോഗിച്ച് അത് ചതച്ച ശേഷം ആ നീരെടുത്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ പേനിൻ്റെ ശല്യമെല്ലാം എന്ത് ചെയ്യും, മാറിപ്പോവും. ഇനി നമുക്കൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്, നര ഇല്ലാതാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞിട്ടുണ്ട്. കുന്നിക്കുരു അരച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നര എന്ത് ചെയ്യും, ക്രമേണ അത് ഇല്ലാതായി പോകും. ഞാൻ മുമ്പ് വേറൊരു നരയുടെ ടിപ്സ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ താളിയൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയാക്കി വെക്കുന്ന മുടിയിൽ നര വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് തോന്നുന്നത്, ഭയങ്കര സങ്കടം തോന്നും. അപ്പം നമ്മൾ അത് ഒന്ന് ചെയ്തു നോക്കും. കുന്നിക്കുരു സാധാരണ ഇവിടെ എങ്ങും കിട്ടാനില്ല. ഈ ഉള്ള കുന്നിക്കുരുവിൻ്റെ മരമുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങളതൊന്ന് കുറച്ചെടുത്ത ശേഷം അത് ഇങ്ങനെ ഈ തറയിലെല്ലാം വീണ് കിടക്കും. കറുപ്പും ചുവപ്പുമായിട്ടുള്ളതുകൊണ്ട് കറുത്ത കുന്നിക്കുരു, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, കറുത്ത കുന്നിക്കുരു കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അരച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. എന്താണ്, നര മാറാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. അത് നര ഇല്ലാതാക്കും. ഇനി ഞാനൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ടിപ്സ് പറഞ്ഞു തരാം. എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല ഒരു ശരീരത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊരു ക്ഷീണവും തളർച്ചയും വരുന്ന ആൾക്കാർക്കുള്ളൊരു ടിപ്സാണ്. എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട ശേഷം കഴുകി വെള്ളത്തിലിടുക. അത് പിറ്റേ ദിവസം രാവിലെ അതിനെ ഒന്ന് ഞവടിയ ശേഷം ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, കുടിക്കുക. അതുപോലെ നമുക്ക് ഈ ശരീരം ചുട്ടു നീറുന്ന ആൾക്കാരുണ്ട്. അതായത് ചില ആൾക്കാർക്ക് ശരീരത്തിലൊരു വാദം കൊണ്ടുള്ളൊരു ചുട്ടുനീറ്റൽ, ചൂടെടുക്കൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ ചുട്ടു നീറും. അപ്പം അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ടിപ്സാണ് അവർ ചെയ്യേണ്ടത്. ഈ ചില ആൾക്കാർക്ക് കാലും കൈയൊക്കെ ഒരു ചുട്ടുനീറ്റൽ ചില വയസ്സായി വരുന്ന ആൾക്കാർക്കൊക്കെ തോന്നാറുണ്ട്. അവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള റെമഡി, കക്കണ്ടം പൊടിച്ച ശേഷം തൈരിൽ ചാലിച്ച് അതിനെ കഴിക്കുക. നല്ലൊരു റിസൾട്ടാണ്. കൽക്കണ്ടം പൊടിച്ച് തൈരിൽ ചേർത്ത് കഴിക്കുക. ഇനി നമുക്ക് പല്ലുവേദന ഉള്ള ആൾക്കാർക്ക്, കൊച്ചു പിള്ളേർക്ക് പല്ലുവേദനയല്ല, പല്ല് പുഴു തിന്നുന്ന കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. പല്ല് പുഴു തിന്നുന്ന കൊച്ചു പിള്ളേർക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഉമിക്കരി ഉപ്പും കൂടെ പല്ല് തേക്കുക. അതെല്ലാവർക്കും അറിയാനുള്ള ടിപ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ മാവിലയിൽ മുക്കി ഒന്ന് പല്ല് തേച്ച് വെക്കുക. അപ്പോൾ ഈ പുഴുപ്പല്ല് വരണതങ്ങ് നിൽക്കും. അപ്പം നിങ്ങൾ വീട്ടിലുള്ള അമ്മമാർ ഇതെല്ലാം തന്നെ ടിപ്സുകൾ കൊച്ചുങ്ങൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. എനിക്കറിയാവുന്നിടത്തോളം ഉള്ള ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കുറേ എല്ലാം എൻ്റെ അമ്മൂമ്മ, ഇപ്പോഴല്ല, കൊച്ചു നാളിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ട് മുത്തശ്ശിയൊക്കെ ഇപ്പോഴാണ് മുത്തശ്ശിയൊക്കെ എന്നൊക്കെ എല്ലാവരും വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അമ്മൂമ്മ അപ്പൂപ്പൻ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നവരുണ്ട്. അവരൊക്കെ ചെയ്യുന്ന
ഈ ഒരു ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളം കൈ പുകച്ചിൽ ചില ആൾക്കാർക്ക് പുകച്ചിൽ വരും. അങ്ങനെ പുകച്ചിൽ വരുന്ന ആൾക്കാർക്ക് ശതാവരി, അതായത് ശതാവരി നിങ്ങൾക്കറിയായിരിക്കും. ശതാവരി ചെയ്യേണ്ടത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക. എന്നിട്ട് രാമച്ചം തിളപ്പിച്ച് അതായത് ശതാവരി പിഴിഞ്ഞ നീര് രാമച്ചം ഇട്ട് അരിക്കാടിയിൽ തിളപ്പിച്ച് എന്ത് ചെയ്യണം, ആ കൈ മുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചുട്ടുനീറ്റലെന്ന് പറഞ്ഞാൽ കാലിൽ വരാം, കയ്യിൽ വരാം, നമുക്ക് വാദമാണത് ചില ആൾക്കാർക്കൊക്കെ. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞ് എന്തിനാണെന്ന് വിചാരിക്കും, അല്പം ആരോഗ്യ കാര്യം കൂടി പറഞ്ഞതാണ്. എനിക്കറിയാവുന്നുള്ള അറിവ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഇതെല്ലാം കണ്ട ശേഷം വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ടിപ്സ് വരും. ഞാൻ വീണ്ടും നാളെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ. അപ്പം നാളെ പുതിയ ടിപ്സുമായിട്ട് കാണാതെ വരേക്കും ടാറ്റ.